ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടു. ഒരു പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും, വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കുക. കുറച്ച് വെള്ളം മതിയാവും കേട്ടോ. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. ഈ സമയത്ത് നമുക്ക് തേങ്ങ എടുക്കാം. ഒരു പിടി തേങ്ങ, ഒരു പിടി 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 2 ചെറിയ ഉള്ളി, ഒരു വെളുത്തുള്ളി കേട്ടോ. വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഇട്ടാൽ മതി. ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ 2 ഇട്ടത്. ഒരു വെളുത്തുള്ളി മസ്റ്റായിട്ടും ചേർക്കുക. അപ്പോഴത്തേനും നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉടഞ്ഞൊന്നും പോരുത്, എന്നാൽ നന്നായി വേവണം. ഈ സമയത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ച് ആ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം, തേങ്ങയുടെ അരപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് ആ തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം. ഈ സമയത്ത് ഏകദേശം 1/2 ലിറ്ററോളം തൈര് ഞാൻ ആ സെയിം മിക്സിയുടെ ജാറിൽ തന്നെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ടൊന്ന് പൾസ് മോഡിൽ കറക്കിയെടുത്ത് കൊണ്ടുവരാം. 1/2 ലിറ്ററോളം തൈര് എടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല കട്ട തൈര് എടുക്കണം. ഓവർ പുളിയുള്ള തൈരും എടുക്കരുത്, തീരെ പുളിയില്ലാത്ത തൈരും എടുക്കരുത്. ഒരു മീഡിയം പുളി ഉണ്ടാവണം കേട്ടോ. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം നല്ല ലോയിൽ വയ്ക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ പിരിയുന്ന പോലെ ആയിപ്പോവും. ഒരിത്തിരി വെള്ളം ആ മിക്സിയുടെ ജാറ് കഴുകി ഒഴിക്കുന്നുണ്ട്, ഒരു 1/4 ഗ്ലാസ്സിൽ താഴെ കേട്ടോ. ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര കൂടി ചേർത്താൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. ആ തൈരിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവും. തൈര് ചേർക്കുന്ന എല്ലാ കറികൾക്കും ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക സ്വാദാണ്. ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഒരു നുള്ള് പഞ്ചസാര കൂടി ചേർത്ത് അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കൂ കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് തൈരിൽ ആ ഒരു പഞ്ചസാര വരുമ്പോൾ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഓഫ് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിനകത്തേക്കുള്ള താളിപ്പ് വേണം. ഒരു നുള്ള് കടുകും ഒരു നുള്ള് ഉലുവയും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഒരു 5-6 ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. തൈര് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തൈര് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ചൂടാവുന്നു എന്ന് തോന്നുന്ന പരുവത്തിൽ ഓഫ് ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നാറുള്ളത്. അല്ലെങ്കിൽ എനിക്ക് ആ ഒരു തൈരിൻ്റെ ഒരു റോ ടേസ്റ്റ് പോലെ തോന്നും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ഓഫ് ചെയ്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുത്താലും മതി. അപ്പം ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഉള്ളി അത്യാവശ്യം നല്ല മൂത്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ആ ചൂടിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം തന്നെ താളിപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് നേരം ഇട്ട് കരിച്ച് കളയരുത്. അതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ മുളക് പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ചൂടിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താളിച്ചതും കൂടി അതിൽ ഒഴിച്ചു കൊടുക്കുക. കാണാൻ തന്നെ നല്ല ഭംഗിയില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ മുളക് പൊടി അങ്ങനെ ചേർക്കുമ്പോൾ. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു. ചെറിയ ഒരു സവോള കനം കുറച്ചരിഞ്ഞത്, ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു 10 ചെറിയ ഉള്ളി കനം കുറച്ചരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലോട് ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചപ്പയറാണ് കേട്ടോ. ഒരു 10-15 എണ്ണത്തോളം എടുക്കാം. വലുതാണെങ്കിൽ 10 എണ്ണം മതി, ചെറുതാണെങ്കിൽ ഒരു 15 വരെയൊക്കെ എടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഞാനിപ്പോൾ സവോള ചേർത്തുന്നേ ഉള്ളൂ. എന്നിട്ടൊരു 1-2 മിനിറ്റ് ഒന്ന് ആ പയർ ചേർത്ത് വഴറ്റിയതിന് ശേഷം ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി നല്ല ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തക്കാളി ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ഈ സമയത്ത് നമുക്കിതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. ആ സമയത്ത് നമുക്കൊരു പാൻ വയ്ക്കാം. അതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഒരു തേങ്ങയുടെ അരമുറി, അതായത് ഒരു മുറിയാണ് ചെറിയ തേങ്ങയുടെ, നന്നായിട്ട് ചിരകിയെടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിൽ പൾസ് മോഡിൽ കറക്കിയെടുത്തു. പെട്ടെന്ന് ഒരുമിച്ച് നമുക്ക് വറുത്തെടുക്കാൻ എളുപ്പമാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു വറ്റൽമുളക്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, ഒരു 4-5 ചെറിയ ഉള്ളി, ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം തേങ്ങ. ഉലുവയുടെ അളവൊന്നും ഒരുപാട് കൂടരുത് കേട്ടോ, ഒരു നുള്ള് അത്രയും മതിയാവും.
അല്ലെങ്കിൽ കയ്പ്പ് രസം വരും. എന്നിട്ട് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് വറുത്തെടുക്കുക. കളർ നന്നായിട്ട് മാറിക്കഴിയുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. കാരണം വറ്റൽമുളകും കുരുമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതൽ ചേർക്കാം. ഇത് അത്യാവശ്യം എരിവുണ്ടാവും, ആ ഒരു രീതിയാണ് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. ആ ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് ആക്കിയെടുക്കുക. പൊടികൾ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അങ്ങനെയാണ് കേട്ടോ. ഉലുവാപ്പൊടിയാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ഒരു 2 നുള്ളു ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഉലുവയ്ക്ക് പകരം നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ ഉലുവ ചേർത്തല്ലോ, അതിന് പകരം പൊടികൾ ചേർക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് മതിയാവും. ഞാനിതൊന്ന് മാറ്റി വയ്ക്കുകയാണ്, നന്നായിട്ടൊന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഈ സമയത്ത് നമ്മുടെ പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആ തേങ്ങ തണുത്ത് കഴിയുമ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി, അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. നല്ല ഉണക്ക തേങ്ങയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് എണ്ണ ഇറങ്ങി വരും. ഇത് അത്യാവശ്യം ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ ഒത്തിരി ഉണങ്ങിയതല്ല, അതുകൊണ്ട് തന്നെ ഞാൻ കുറേ തവണ ഇളക്കി കൊടുത്തിട്ട് അടിച്ചെടുത്തപ്പോഴും എണ്ണ ഇറങ്ങി വന്നില്ല. അതുകൊണ്ട് ഞാൻ നല്ല ഫൈനായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുത്തു. വെള്ളം ഒഴിച്ച് അരച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് നമ്മുടെ തീയലിന് വരില്ല. അതുകൊണ്ട് നല്ല എണ്ണ ഇറങ്ങി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ പൊടിക്കണം കേട്ടോ. എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓവർ തിക്കാക്കി എടുക്കരുത്, ഓവർ ലൂസാക്കി എടുക്കരുത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് എടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഈ സമയത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നമ്മൾ കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഞെരടി ഒന്ന് കുതിരാൻ വേണ്ടി വെക്കണം. നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നന്നായിട്ട് അരിച്ചിട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. എല്ലാം കൂടി ഒഴിക്കേണ്ട, കുറച്ച് ഒഴിക്കുക. പുളി ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കാരണം ഓൾറെഡി നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട്. അപ്പോൾ പുളി അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. കാരണം ഓരോരുത്തർക്കും പുളിയുടെ അളവ് ഡിഫറെൻ്റ് ആയിരിക്കും. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത് പുളി ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ മാത്രം പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിലാണ് ഞെരടി പിഴിഞ്ഞ് വെക്കേണ്ടത്. അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കരുത്. അതിൻ്റെ ഒരു 1/4 ഭാഗം ആദ്യം ഒഴിച്ചാൽ മതി കേട്ടോ. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. പുളിയുടെ അളവ് അങ്ങ് ഒരുപാട് കൂടരുത്, ആവശ്യത്തിന് മാത്രമേ പുളി ചേർക്കാവൂ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പുളിവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കുക. എന്നിട്ട് ഫ്ലെയിം നല്ല ലോയിൽ വയ്ക്കുക. എണ്ണ തെളിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ചെറുപയർ, ഒരു 1-1.5 പിടിയോളം ചെറുപയർ എടുക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ കുതിർക്കാത്ത ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. 2 വിസിൽ കേൾപ്പിച്ചെടുക്കും. ഓപ്പൺ ചെയ്തിട്ട് വെന്തില്ല എന്നുണ്ടെങ്കിൽ പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് വെന്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വിസിലിടാതെ വേറൊരു അടപ്പ് വെച്ച് അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ടൊന്ന് പൊട്ടിക്കാം. ഇതിനകത്തേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു ബീട്രൂട്ടും ചെറിയ ഒരു സവോളയും നമ്മൾ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്താണ്. അത് കടുക് പൊട്ടുമ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റോളം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ചോപ്പെല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലി, നമ്മുടെ ചതച്ച വറ്റൽമുളക് ഉണ്ടല്ലോ, വറ്റൽമുളക് ചതച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഒരുപാട് വെന്തങ്ങ് കുഴഞ്ഞു പോകരുത്, വേവണം എന്ന കുഴയുന്ന പരുവാവുകയും ചെയ്യരുത്, ആ രീതി വേണം കേട്ടോ. അത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ ജസ്റ്റ് ആ ചോപ്പർ തന്നെ കഴുകിയിട്ട് ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരട്ടെ. വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ തോരൻ്റെ അരപ്പുണ്ടല്ലോ, ആ അരപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, ക്രഷ്ഡ് ചില്ലി ചേർക്കുന്നതിന് പകരം. തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും ഒരു വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ചിട്ട് തോരൻ്റെ പരുവത്തിൽ ചതച്ചിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പച്ചമുളകും കൂടി ചതച്ച് കൊടുത്തിട്ട് ക്രഷ്ഡ് ചില്ലിക്ക് പകരം നമ്മൾ ആ ഒരു അരപ്പ് ചേർത്ത് കൊടുത്താൽ തോരനായിട്ട് എടുക്കാം. അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത്. അപ്പോൾ ഞാൻ തേങ്ങ യൂസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. കാരണം ബീട്രൂട്ടും ചെറുപയറും വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ജസ്റ്റ് വെള്ളം ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് ചോറ് വിളമ്പാം. നമ്മുടെ ചോറ് ബീട്രൂട്ടും പയറും കൂടിയുള്ള ഉപ്പേരി, പയർ തീയലാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനി നമ്മുടെ കുമ്പളങ്ങ മോരുകറി,
കുമ്പളങ്ങയ്ക്ക് പകരം വെള്ളരിക്കയാണെങ്കിലും ചെയ്യാം കേട്ടോ. ഒരു മുട്ട കൂടി ഞാൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് സവോളയും നമ്മുടെ ക്രഷ്ഡ് ചില്ലി ചതച്ച മുളകും കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. എന്നിട്ട് കുറച്ച് മാങ്ങാച്ചാറും. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള നമ്മുടെ ഊണ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ഞാൻ എല്ലാ വീഡിയോസിനും പറയാറുണ്ട്, ഈ ഒരു കോമ്പിനേഷൻ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തീയലും നമ്മുടെ ബീട്രൂട്ടും ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, മോരും ബീട്രൂട്ടും ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഒരുപാട് ലഞ്ച് മെനു റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വെജിറ്റേറിയൻ ലഞ്ച് മെനു ആണ് മിക്കതും ചെയ്തിട്ടുള്ളത്. ഒരെണ്ണമൊക്കെ ഉള്ളൂ നമ്മൾ നോൺ വെജിറ്റേറിയനായിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. മാക്സിമം നമ്മൾ വെജിറ്റേറിയൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ റെസിപ്പീസൊക്കെ വെജിറ്റേറിയൻ റെസിപ്പീസൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളൊരു 10-50ഓളം വീഡിയോസ് ഉച്ചയൂണ് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയൂണ് റെസിപ്പീസ്, ലഞ്ച് റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ കുറേ വീഡിയോസ് കാണുമ്പോൾ പല റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാവുമല്ലോ. അപ്പോൾ അതിൽ ഓരോന്നും നിങ്ങൾക്ക് ഇഷ്ടമായ റെസിപ്പീസിനെ എല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്കൊരു ലഞ്ച് മെനു ആയിട്ട് ഒരു ദിവസം ഉച്ചയൂണായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.